ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ചാണ്. ബഡ്ഡി ഫോർ സ്റ്റഡി ഇന്ത്യ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഇന്ത്യയിലൊന്നാകെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് 15,000 രൂപ വരെ ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ഈ സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ച് നമുക്ക് വിശദമായി പറയാം. അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്യുന്നവർക്ക് ആവശ്യമുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അതുപോലെ ഇതിനു വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഒരു ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവായ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഈ വീഡിയോ ഭാഗത്തോടെ നമ്മൾ പറയുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ച് ജസ്റ്റ് പരിചയപ്പെടാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ 2020-21 അധ്യയന വർഷത്തേക്കുള്ള സർദാർ വല്ലഭായ് പട്ടേൽ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയം ആയിട്ടുണ്ട്. ഇന്ത്യയിലൊന്നാകും ഗ്രാൻഡായി നടത്തുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇത്. ബഡ്ഡി ഫോർ സ്റ്റഡി ഇന്ത്യ ഫൗണ്ടേഷൻ്റെ കീഴിലാണ് ഈ സ്കോളർഷിപ്പ് ചെയ്തു വരുന്നത്. 15,000 രൂപയോളം നൽകുന്ന ഒരു ഗ്രാൻഡായ സ്കോളർഷിപ്പ് കൂടിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ സ്കോളർഷിപ്പ് സ്കീം. അപ്പോൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ട എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അവർ ഈ വർഷം 1-2 വർഷ ഡിഗ്രി സ്റ്റുഡൻസ് ആയിരിക്കണം. ഏത് സ്ട്രീമിലായിക്കോട്ടെ, സയൻസ് ആയാലും ആർട്സ് ആയാലും കൊമേഴ്സ് ആയാലും ഏത് സ്ട്രീമിലുള്ള വിദ്യാർത്ഥികൾക്കും ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് +2 50% മാർക്ക് ലഭിച്ചിരിക്കണം. അതുപോലെ അവരുടെ ഫാമിലി ഇൻകം 6 ലക്ഷത്തിൽ കവിയാൻ പാടില്ല. 6 ലക്ഷത്തിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ അവർ ഡിഗ്രി ചെയ്യുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് ആയ കോളേജിൻ്റെയോ യൂണിവേഴ്സിറ്റിയുടെയോ കീഴിലായിരിക്കണം. മാത്രമല്ല ഫുൾ ടൈം റെഗുലറായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ അവർ ഒരു ഇന്ത്യൻ സിറ്റിസൺ കൂടി ആയിരിക്കണം. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ എലിജിബിളായ ഏതൊരു വിദ്യാർത്ഥിക്കും ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് SSLC സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ +2 സർട്ടിഫിക്കറ്റ് വേണം. മൂന്നാമതായിട്ട് പ്രീവിയസ് മാർക്ക് ഷീറ്റ് വേണം. അതായത് ഈ വർഷം 1-ാം വർഷ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് +2 മതി. അതുപോലെ സെക്കൻഡ് ഇയേഴ്സ് ആണെങ്കിൽ അവർക്ക് ഡിഗ്രി ഫസ്റ്റ് ഇയേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി. അതില്ലാത്തവരാണെങ്കിൽ നമ്മുടെ +2 മതി. അതുപോലെ അഡ്മിഷൻ മെമ്മോ എന്ന് വെച്ചാൽ നമ്മൾ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് കോളേജിൻ്റെ കീഴിൽ നിന്ന് കിട്ടുന്ന അഡ്മിഷൻ കാർഡ്, അതായത് അഡ്മിറ്റ് കാർഡ് എന്നും പറയുന്നുണ്ട്. ഇനി അത് ലഭ്യമല്ല, മാനേജ്മെൻറ്റ് സീറ്റിലൊക്കെ കയറിയവർക്ക് കോളേജിൽ നിന്ന് കിട്ടുന്ന ഒരു ലെറ്റർ മാത്രം മതി. അതുപോലെ ലാസ്റ്റ് ഫീ റെസിപ്റ്റ്, നമ്മൾ കോളേജിൽ ഫീ ചെയ്തതിൻ്റെ അവസാന റെസിപ്റ്റ്. അതുപോലെ കോളേജ് ID, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജൂൺ 30 ഉള്ളിൽ എക്സ്പയറി ആവുന്നത് പാടില്ല. അതുപോലെ ഒരു ഫോട്ടോ കൂടി ആവശ്യമുണ്ട്. ഇനി വരുമാന സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് കൈവശമില്ലാത്തവരാണെങ്കിൽ അവർക്ക് SSLC കാർഡും അതുപോലെ റേഷൻ കാർഡും ആധാർ കാർഡും ഉണ്ടെങ്കിൽ അത് ഉടനടി തന്നെ നമുക്ക് അക്ഷയ മുഖാന്തരം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള രേഖകൾ. ഇനി എങ്ങനെയാണ് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഈ സ്കോളർഷിപ്പ് സ്കീമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമേ ലഭ്യമുള്ളൂ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലോ ലാപ്ടോപ്പോ ഉപയോഗിച്ച് വീട്ടിലിരുന്നു കൊണ്ടും അല്ലെങ്കിൽ അക്ഷയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേ മുഖാന്തരമോ നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. രജിസ്റ്റർ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് തന്നെ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള രേഖകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് പല രേഖകൾക്കും ചില കണ്ടീഷൻസ് ഉണ്ടാകും. അതിൻ്റെ സൈസിൽ കണ്ടീഷൻസൊക്കെ പാലിച്ച് മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ സർദാർ വല്ലഭായ് പട്ടേൽ സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ളത്. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ന്യൂസ് വരികയാണെങ്കിൽ ഈ ചാനൽ വഴി ഞാൻ സ്റ്റാറ്റസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസ് മറ്റും ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബൈ.